സത്യം മാത്രം പറയുന്ന ഒരു ഉസ്താദ് പറഞ്ഞൊരു സത്യം നിങ്ങൾക്കൂടിയും കേൾപ്പിച്ചു തരാം. ഇല്ല, ഈ പെൺകുട്ടി കല്യാണം കഴിച്ചത് പോലും അരുൺ എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവിനെയാണ്. ഇതിനു മുമ്പ് ഈ പെൺകുട്ടി മുന്നോട്ട് ഉസ്താദ് പറയുന്നത് അരുൺ എന്റെ ഭർത്താവാണെന്നാണ്. എന്റെ ഭർത്താവിന്റെ പേര് സലീം എന്നാണ്. അരുൺ എന്റെ കസിൻ ബ്രദർ ആണ്. അരുൺ എങ്ങനെ എനിക്ക് കസിൻ ബ്രദർ ആവുമെന്ന് ചോദിച്ചാൽ അരുണിന്റെ ഫാദർ മുസ്ലിമും മദർ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ ജസ്ന സലീം എന്നാണ് പേര്. അവള് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ, ജസ്ന സലീം എന്നാണ് ആ യുവതിയുടെ പേര്. അപ്പോൾ അവളൊരു കണ്ണൻ്റെ ഫോട്ടോ വരച്ചു. അപ്പോൾ നമ്മളൊരു മുസ്ലിം സ്ത്രീയാണ്. ഒരു മുസ്ലിം സ്ത്രീ ഒരു കണ്ണൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഒക്കെ ഫോട്ടോ വരച്ചത് കൊണ്ട് നമ്മൾ ഒരിക്കലും മുസ്ലിം അല്ലാതാവില്ല. ഇപ്പോൾ എത്രയോ ഹിന്ദുക്കളായ ആളുകൾ ഖുറാൻ്റെ ആയത്തുകൾ എഴുതുന്നു, അവർ ഖുറാൻ പഠിക്കുന്നു, ഖുറാൻ വായിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്ന അവളുടെ കഴിവ് എന്ന് പറയുന്നത് വരയ്ക്കുന്ന കഴിവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗുരുവായൂർ പോവാനും അതുപോലെ കണ്ണനെ കാണാനും അത് നേരിട്ട് വരയ്ക്കാനും അവൾക്കൊരു ആഗ്രഹം തോന്നി. അവൾ അങ്ങനെ അത് വരച്ചു. ആ വരച്ചതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നവളാണ് ജസ്ന. ആ ജസ്നൻ്റെ വരച്ച ആ ഒരു ഇത് തന്നെ കാണുമ്പോൾ മനസ്സിലാവും, നല്ല ഭംഗിയായിട്ടാണ് അവൾ വരയ്ക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വരയ്ക്കുന്നത്. ആരും ഒന്ന് കണ്ടുപോകും, അത്രയും നല്ല ഭംഗിയായിട്ടാണ് അവൾ വരയ്ക്കുന്നത്. അപ്പോൾ ജസ്ന പറഞ്ഞ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. ഇഷ്ടപ്പെട്ടു, അത് സ്വീകരിച്ചു. ഏതായാലും ഉസ്താദ് പുലിവാല് പിടിച്ചെന്ന് കൂട്ടിയാൽ മതി. അരുണ് നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് വിമർശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിച്ചാൽ പോരെ. പ്രതികരിക്കാൻ ഞാൻ വരാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അതിന്റെ പേരിൽ 10 രൂപ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം നിങ്ങൾ പറയും പൈസക്ക് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത് എന്ന്. പൈസക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ ബെൽബട്ടൺ അമർത്താനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും പറയൂല. ഭർത്താവിന്റെയോ കുഞ്ഞുങ്ങളുടെയോ ഫോട്ടോ പുറത്ത് വിട്ടിട്ടില്ലാച്ചാൽ ആൾക്ക് ഭർത്താവും കുട്ടികളും ഇല്ല എന്നല്ല അതിനർത്ഥം. ഞാൻ എന്റെ ഭർത്താവിന്റെയും കുഞ്ഞുങ്ങളുടെയും ഫോട്ടോ വിടാത്തത് സോഷ്യൽ മീഡിയ ഇപ്പൊ എന്നെ ആക്രമിക്കുന്നത് കണ്ടില്ലേ? ഇതേപോലെ എന്റെ കുഞ്ഞുങ്ങളും ഭർത്താവും ബലിയാടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തതുകൊണ്ടോ വീഡിയോ എടുത്തതുകൊണ്ടോ അവര് ഭർത്താവായി മാറുകയില്ല. അവിവാഹിതരായ ചെറുപ്പക്കാരെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ ഉസ്താദേ? പണി പാളിയില്ലേ? ഇപ്പൊ നമ്മള് ഒരു യൂട്യൂബറായ നമ്മള് ഒരു വീഡിയോ ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ലൈവ് ഇടുകയാണെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിലും ഓരോരുത്തർ വന്ന് പറയാറുണ്ട്, നിങ്ങൾക്ക് ഭർത്താവില്ലേ, നിങ്ങൾക്ക് മക്കളില്ലേ. അപ്പോൾ ഭർത്താവും മക്കളിനെയൊന്നും ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണിക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ അവരെ അവിടെ കാണിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസും ഇതൊക്കെ കാണുന്നവരുടെ വിചാരം ഉണ്ടല്ലോ, ഇവൾക്ക് ഭർത്താവില്ല, ഇവളെ അഴിച്ചു വിട്ടിരിക്കണം, ഇവൾ തോന്നിയ പോലെ പോവുകയാണ് എന്നൊക്കെ ഒരുള്ള മനോഭാവമാണ്. പക്ഷേ നമുക്ക് ഭർത്താവും മക്കളും, ഒരു യൂട്യൂബ് തുടങ്ങുന്ന ഒരു സ്ത്രീ ഭർത്താവും മക്കളൊന്നും ഇല്ലാതെ ഒന്നുമല്ല വരുന്നത്. ശരിയാണ്, അതിൽ വെച്ച് മുതലെടുക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. യൂട്യൂബും അതുപോലെ ലൈവ് സംഭവങ്ങളൊക്കെ ചെയ്ത് വേണ്ടാത്ത രീതിയിലുള്ളത് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്. അവരെ പോയി പറയണം. അല്ലാതെ നമ്മൾ നേരെ പോ എന്ന് പറയുന്നവരെ വന്നിട്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ വന്ന് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ നിനക്ക് നാണമില്ലേ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ അങ്ങനെ. ഇപ്പോൾ ജസ്നക്ക് ഒരു കഴിവ് അല്ല കൊടുത്തു. ആ കഴിവാണ് അവൾ അവിടെ വരച്ച് കാണിച്ചത്. അതിന് യാതൊരു തെറ്റും നമ്മൾ കാണുന്നില്ല. പിന്നെ വന്നിട്ട് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ട് നീ മുസ്ലിം അല്ലേ, മുസ്ലിമിന് യോജിച്ചതാണോ നീ ചെയ്യുന്നത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടേണ്ട കാര്യമില്ല. അവളുടെ കഴിവ്, അവൾക്ക് അതൊരു എല്ലാവർക്കും കിട്ടാത്ത കഴിവാണ് ജസ്നക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവളുടെ കഴിവ് വെച്ച് അവളത് ആ കണ്ണനെ കാണാനിടയായി ആ കണ്ണനെ വരച്ചു. അതിലിപ്പോൾ ഇത്രയും അവളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും, സ്ത്രീകൾ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുന്ന കുറേ പേര്, നമുക്ക് ഭർത്താവും മക്കളും എല്ലാം ഉണ്ടായിട്ട് തന്നെയാണ് നമ്മളിതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മനോഭാവമൊക്കെ എല്ലാവരും മാറ്റണം. യൂട്യൂബ് എന്ന് പറയുന്നത്, ജസ്ന പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് തുടങ്ങുന്ന എല്ലാവർക്കും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും ചിലപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവർ വീട്ടിൽ ഉള്ള ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവർ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. നമ്മൾക്ക് ഓരോ വീഡിയോ ചെയ്ത് നമ്മൾ വീട്ടിലിരുന്ന്, നമുക്ക് പുറത്തൊന്നും പോകണ്ടല്ലോ, അപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നു. നമ്മൾ ജസ്റ്റിന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്, നമുക്ക് പ്ലേ ബട്ടൺ കിട്ടുന്നത് എല്ലാം നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മളിവിടെ വെറുതെ ഇരുന്ന് നമ്മുടെ അത്രയും സമയം വേസ്റ്റാക്കി കളയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്നത്. നമ്മളിങ്ങനെ കുറേ നരമ്പ് രോഗികൾ വന്നിട്ട് നമ്മളോട് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ പറയുമ്പോൾ നമ്മളെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നമ്മളും
ഇപ്പോൾ ഉസ്താദ്മാരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഹറാമാണ്. ഇപ്പോൾ പറയുവാണെങ്കിൽ എല്ലാം ഹറാമാണ്. ഇപ്പോൾ നമുക്ക് ഹലാലായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ യൂട്യൂബ് ചാനൽ എല്ലാവരും തുടങ്ങുന്നത്. ഉസ്താദ്മാരാണെങ്കിലും ശരി, എല്ലാവരും ഉസ്താദ്മാരും നേരിട്ട് വന്ന് നിന്നിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഉസ്താദ്മാർ ചെയ്യുമ്പോഴും പല സ്ത്രീകളും കാണുന്നവരുണ്ട്. അപ്പോൾ അതും ഒരു ഹറാമല്ലേ? അപ്പോൾ പെണ്ണുങ്ങൾ മാത്രം ചെയ്യുന്നതിന് ഇത്രയും വിമർശനം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് മാത്രമല്ല, അപ്പോൾ ഇതുപോലെ ജസ്ന പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ണൻ്റെ ചിത്രം വരച്ചു. അതിനിപ്പോൾ ഇത്രയും വർഗീയത പറയേണ്ട യാതൊരു കാര്യമില്ല. അത് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. അത് അവരത് യൂട്യൂബിലൂടെ വന്ന് അവരത് കാണിക്കുന്നു. ഞാനിത് വരച്ചു എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അവരത് സന്തോഷത്തിൻ്റെ ഇതിൽ അവരത് വന്ന് കാണിക്കുന്നു. അതിന് കുറേ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് ജസ്നെ വിമർശിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്ന ചെയ്തതിൽ തെറ്റാണെന്നുള്ളതും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എത്രയോ ആളുകൾ ഇത് മാത്രം ഈ വര കൊണ്ടും ഇത് കൊണ്ടും മാത്രം കഴിയുന്നവരുണ്ട്. അപ്പോൾ അതൊരു കഴിവ് ജസ്നക്ക് കൊടുത്തു. അതിന് ഞാൻ ജസ്നാനെ എന്താ പറയുക, ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത്രയും ഇതുണ്ട്, അത്രയും ഭംഗിയായിട്ടാണ് ജസ്ന വരയ്ക്കുന്നത്. അപ്പോൾ ജസ്നാൻ്റെ വരയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ, ഒരുപാട് ഇത് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ വന്ന് കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എല്ലാം ഉണ്ടായിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ നമ്മളൊരു പരിധി വരെ നമ്മുടെ ഭർത്താക്കന്മാരുടെ ഇതൊന്നും നമ്മൾ കാണിക്കില്ല. അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല ഇതിൽ വരാൻ. പക്ഷെ നമ്മളെ അവർ എതിർത്തിട്ടില്ല. നമ്മളിങ്ങനെ ചെയ്യുന്നതിനോട് അവർ നമ്മളെ അഴിച്ചു വിട്ടിരിക്കുകയൊന്നുമല്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ, ആരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ നമ്മൾ വരുന്നത്. അപ്പോൾ ഇതിന് ഇത്രയും വിമർശനങ്ങളും കാര്യങ്ങളൊന്നും പെണ്ണുങ്ങൾ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ജസ്ന ഈ വരയായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവരും, ഒരുപാട് ആളുകൾ ജസ്നയ്ക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇത്രേ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബായ്.